ശ്രീ എച്ച് സലാം, ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി. പോയിന്റ് സാർ, ആലപ്പുഴ ജില്ലയിലെ നെൽകൃഷി മേഖല ഓരുവെള്ള ഭീഷണിയിലാണ്. ഏതാണ്ട് 60% നെൽകൃഷി നഷ്ടമായി പോകുന്ന സാഹചര്യമാണ് വരുന്നത്. സാർ, കഴിഞ്ഞ വർഷം സംഭരിച്ച നെല്ല് 1,22,828 ടൺ സംഭരിക്കപ്പെട്ടു. ഈ പ്രാവശ്യം ഈ പകുതിയിലധികം പേർ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യമാണ് വരുന്നത്. സാർ, വെള്ളത്തിൻ്റെ ഒരു കയറ്റിറക്ക്, വാട്ടർ മാനേജ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം. അത് തോട്ടപ്പള്ളി സ്പിൽവേയും തണ്ണീർമുക്കം ബണ്ടുമാണ്. തോട്ടപ്പള്ളി സ്പിൽവേയിൽ അവിടുത്തെ ഷട്ടർ ഓവർഫ്ലോ ചെയ്ത് വെള്ളം ഉപ്പുവെള്ളം കയറിയ സാഹചര്യം ഇടക്കാലത്ത് വരാറുണ്ട്. സാർ, അടിയന്തര സ്വഭാവത്തിൽ ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ വേണ്ടിയുള്ള നിലപാട് ഗവൺമെൻറ് ഭാഗത്തുണ്ടാകണം. ഒന്നാമത്തെ കാര്യം, മണിയാർ ഡാമിൽ നിന്ന് ഇപ്പോൾ കയറിയ ഉപ്പുവെള്ളത്തിന്റെ ശമനം ഉണ്ടാക്കാൻ വേണ്ടി നല്ല വെള്ളം കയറ്റാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കണം. സാർ, കേരളത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു പ്രശ്നം നമ്മുടെ പാടശേഖരങ്ങളിലും അല്ല സാർ, ഇത് വളരെ ഗൗരവതരമായ പ്രശ്നത്തെ ഈ സഭയിൽ സംസാരിക്കുമ്പോൾ പ്രതിപക്ഷം വളരെ നേരത്തെ തന്നെ തയ്യാറാക്കി കൊണ്ടുവന്നൊരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ പ്രതിഷേധം നടത്തുന്നത് ഉറപ്പാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഈ പ്ലക്കാർഡുകളെല്ലാം ഇന്നലെ തന്നെ തയ്യാറാക്കി എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് ഈ കാണുന്നതെല്ലാം. അപ്പോൾ ഇത് നമ്മുടെ ഈ സഭയിൽ കേരളത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ, ഗൗരവതരമായ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്ന രീതി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് കൂടി പറയുന്നു. കുട്ടനാടിൻ്റെ കാര്യത്തിൽ സംരക്ഷിക്കാനുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. മന്ത്രിമാർ പ്രത്യേകമായി യോഗം ചേർന്നിട്ടുണ്ട്. ഓരുവെള്ള കയറ്റത്തിൻ്റെ ഭീഷണിയെ തടയുന്നതിന് വേണ്ടി ഡാമിൽ നിന്ന് വെള്ളം എത്തിക്കുന്നതിനുള്ള സംവിധാനം കൂടി ഏർപ്പാടാക്കിയിട്ടുണ്ട്.